ഹായ് കൂട്ടുകാരെ, എല്ലാവരും ആയോ? നമുക്കിന്നേ എളുപ്പത്തിൽ ചപ്പാത്തിക്ക് ഇതിനൊക്കെ പറ്റിയ ഒരു കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. നിസ്സാരം എളുപ്പത്തിലൊരു കറി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 1/2 കിലോ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. കോളിഫ്ലവറെ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ചെയ്തോളാം, അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ നമ്മുടെ ജീവികളൊക്കെ ഉണ്ടാവും, എന്നിട്ട് നമ്മുടെ പുഴുകളെ. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണേ കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബോള പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക, അതിലേക്ക് നമ്മുടെ സബോള അങ്ങോട്ട് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പിടുമ്പോൾ വേഗം സബോളയാവും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ആ സബോളേനെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കണത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അതും ഒരുവിധം നല്ലോണം അങ്ങോട്ട് വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണത് എന്താണ്, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഈ 1/2 കിലോന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുറേശ്ശല്ലേ വേണ്ടു, അധികം എരിവ് വേണ്ട നമ്മുടെ ചപ്പാത്തിയിലേക്കൊക്കെ ആകുമ്പോഴേ. ഞാനിവിടെ 1 സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് റെഡിയായി ഒന്ന് മൊരിഞ്ഞ് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ആ തക്കാളി ഞാൻ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ തക്കാളി പേസ്റ്റും ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഞാൻ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ഇതിൽ നമ്മൾ വഴറ്റുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം എണ്ണ തെളിയണ വരെ ഒരുവിധം നല്ലോണം വെന്ത് നല്ലോണം പാകമാവുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മൂടി ഒന്ന് തുറന്നിട്ട് മൂടി അടച്ച് വെക്കേണ്ടതൊന്ന് വേഗമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ആ എണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞ് നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ മഞ്ഞൾ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവനെടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു പകുതി വേവായിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ, എന്നാലും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുത്ത് ഒരുവിധം നല്ലോണം പാകമാകുമ്പോൾ ഒരു ലേശം കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് മസാല, നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഗരം മസാല അതും ഇട്ട് റെഡിയാക്കിയതിന് ശേഷം എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് 2-3 മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ മുട്ടയും ചെറുതാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലതാണ് ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് നമ്മൾ ചപ്പാത്തിയിലേക്കൊക്കെ കറി ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി എടുത്തു. പിന്നെ നല്ലോണം കുറച്ച് മല്ലിയില അങ്ങോട്ട് എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് അതിൻ്റെ മുകളിലിട്ട് ഒന്ന് സൂപ്പറാക്കി എടുത്തു നമ്മുടെ കോളിഫ്ലവർ കറീനെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. നമുക്ക് സമയലാഭമാണ്, എളുപ്പമാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട്, പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്താ വേണ്ടതെന്ന് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.